ഹായ് മക്കളെ, ശ്രീഭാമ മിസ് ആണ്. നമ്മുടെ പരീക്ഷാ സമയമായല്ലേ, ക്രിസ്മസ് എക്സാമിന് വേണ്ടി തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും അറിയാം. അപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ കുറേ കാര്യങ്ങളാണ് എൻ്റെ മക്കൾക്ക് ഇന്ന് മിസ് പറഞ്ഞിരുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ അടിപൊളിയായിട്ട് കാണാം കേട്ടോ. ആ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഏതാ നമുക്ക് നോക്കിയാലോ. അപ്പോൾ സ്കൈ നെറേറ്റീവ് ഹാൻഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ എന്താ വന്നിട്ടുള്ളത്, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ചോദിച്ചിട്ടുണ്ട്. എടാ മക്കളെ, നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം ഒരുപാട് ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യങ്ങളും കാര്യങ്ങളും ചന്ദ്രയാൻ 1, 2, 3 ഒക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ മറ്റ് ഇന്ത്യൻ പദ്ധതികളിൽ പെട്ടതാണ് മംഗൾയാൻ എന്ന് പറയുന്ന ചൊവ്വ പര്യവേക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ വിട്ട പേടകം. അതേപോലെ ആദിത്യ L1 എന്ന് പറഞ്ഞ സൗര പര്യവേക്ഷണത്തിനും ഗംഗൻയാൻ എന്ന് പറഞ്ഞ ബഹിരാകാശ പര്യവേക്ഷണത്തിനും. അപ്പൊ ഇത് പഠിക്കാൻ സിമ്പിൾ ട്രിക്ക് മിസ് പറഞ്ഞുതരാം. മിസ്സിന്റെ ട്രിക്കും ഉണ്ട്, ഡോണ്ട് വറി. മംഗൾയാൻ എന്ന് പറയുന്ന സമയത്ത് ചൊവ്വയാണ് അല്ലേ. അപ്പൊ മാസ് എക്സ്പെഡീഷൻ ആയതുകൊണ്ട് മാ എന്ന് പഠിച്ചു വെക്കാം. മാ ദാറ്റ് മീൻസ് മംഗൾയാൻ മാസ് എക്സ്പെഡീഷൻ. സിമ്പിൾ ആയിട്ട് ആലോചിക്കാലോ. ആദിത്യ L1 എന്ന് പറഞ്ഞത് സോളാർ എക്സ്പെഡീഷൻ ആണ്. അപ്പൊ ആദിത്യ എന്നൊക്കെ പറഞ്ഞത് സൂര്യനെയാണ്, ശരിക്കും സൂര്യന്റെ മറ്റൊരു പര്യായപതൊക്കെയാണ്. ആദിത്യ എന്ന് പേരുള്ള പല ഫ്രണ്ട്സും ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അല്ലേ. അപ്പൊ ആദിത്യ L1 എന്ന് പറയുമ്പോൾ സൂര്യനുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് സോളാർ എക്സ്പെഡീഷൻ സിമ്പിൾ ആയിട്ട് ആലോചിക്കാം. പിന്നെ ഗംഗൻയാൻ എന്ന് പറഞ്ഞ സ്പേസ് ആണ്. അപ്പൊ സ്പേസിൽ നിന്ന് ഗംഗ ഒഴുകി വരുന്നു എന്ന് ആലോചിക്കാം. അപ്പൊ സ്പേസ് എക്സ്പെഡീഷൻ ഗംഗൻയാൻ എന്ന് പറയുന്നു. ഗംഗ സ്പേസ്. ആ ഒലിച്ചു വെക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്ക് കിട്ടിയില്ലേ. അപ്പൊ ഇതുപോലെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. പിന്നെ നമ്മളോട് ചോദിച്ചത് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ കുറിച്ച് എഴുതാനാ. എവിടെയാണ് മക്കളെ നമ്മുടെ തുമ്പ? നമ്മുടെ കേരളത്തില് ട്രിവാൻഡ്രത്തിലാണ് ലൊക്കേറ്റഡ് ആയിട്ടുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ആലോചിക്കാം. തുത്തുരു തുത്തുരു തുമ്പി, തുത്തുരു തുത്തുരു പാട്ട് പോലെ തുത്തുരു തുത്തുരു തുമ്പയാണ് തിരുവനന്തപുരം. തുത്തുരു തുത്തുരു തുമ്പയാണ് തിരുവനന്തപുരം. അപ്പൊ തുമ്പ എവിടെയാണ്? തിരുവനന്തപുരത്താണ് ലൊക്കേറ്റഡ് ആയിട്ടുള്ളതെന്ന് ആലോചിക്കാം. അതുപോലെ ആദ്യത്തെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ തുമ്പ വിക്ഷേപണ കേന്ദ്രം എന്ന് പറയുന്നത്, റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. അതുപോലെ 1963 നവംബർ 21 അത് എസ്റ്റാബ്ലിഷ് ആയി എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നു. സോ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നിങ്ങൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്ത് ആൻസർ ചെയ്യുക. അതുപോലെ തന്നെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിനെ കുറിച്ച് ചോദിച്ചാലും നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതണം കേട്ടോ. സോ വിക്രം സാരാഭായ് എന്ന് പറയുന്ന അദ്ദേഹത്തിനെ ഓർക്കാൻ വേണ്ടിയിട്ട് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നൊരു പേരും കൂടെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിനുണ്ട്. ഇദ്ദേഹമാണ് നമ്മുടെ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്. അപ്പം അദ്ദേഹത്തെ സ്മരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നുള്ളൊരു പേരും കൂടെ അതിൽ നമുക്ക് വിളിക്കാറുണ്ട്. രണ്ട് ഇതായാലും കറക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ വിക്രം സാരാഭായ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം, ഹി പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഓഫ് ഡെവലപ്പിംഗ് ഇന്ത്യസ് ഇൻഡിജീനിയസ് ആയിട്ടുള്ള സ്പേസ് ടെക്നോളജീസിൽ. അതുകൊണ്ട് തന്നെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നുള്ള പേരും നമുക്ക് അവിടെ ഓർത്ത് വെക്കാവുന്നതാണ്. റെഡി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. പരീക്ഷകൾക്കും മറ്റുമായി ബഹിരാകാശ നിലയത്തിൽ എത്തുന്നവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരാമെന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് പ്രോബ്ലംസ് ക്യാൻ ബി ഫേസ്ഡ് ബൈ ദ പീപ്പിൾ ഹു റീച്ചസ് എ സ്പേസ് സ്റ്റേഷൻ ഫോർ എക്സ്പെരിമെന്റ് ചോദിച്ചാൽ നമുക്ക് എന്താണ് മക്കളെ പറയാൻ പറ്റുക? സ്പേസ് പോയി കഴിഞ്ഞാൽ മിസ്സിന് ഇപ്പൊ ഇതേപോലെ നിങ്ങളുടെ അടുത്ത് നിൽക്കാൻ പറ്റുമോ? മിസ് ഇങ്ങനെ പറന്ന് കളിക്കായിരിക്കും. കാരണം പറക്കുക എന്ന് പറയുമ്പോൾ അവിടെ വെയിറ്റ് ഇല്ല, നോ വെയിറ്റ്, നോ എയർ, അതുപോലെ വാട്ടർ ഇല്ല, ഫുഡ് ഇല്ല, ഈ പറഞ്ഞ ഒരു സാധനങ്ങളും ഇല്ലാത്തതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞ സ്പേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സുനിത വില്യംസ് ആയിക്കോട്ടെ, ശുഭാംശു ശുക്ല ആയിക്കോട്ടെ, ഇപ്പം അടുത്ത് പോയത് നമ്മൾ ന്യൂസുകൾ ഒരുപാട് കണ്ടതാണ് അല്ലേ. അപ്പോൾ അവരൊക്കെ എന്താ ചെയ്തത്? അവർക്ക് ഈവൻ ഫുഡ് പോലും കഴിക്കാൻ പറ്റില്ലടാ മര്യാദയ്ക്ക്. വെള്ളം കുടിക്കണമെങ്കിൽ തന്നെ വല്ല ജെല്ലി വിട്ടായ പോലെ വെള്ളത്തിൻ്റെ ഓരോരു തുള്ളി വരാം. അപ്പോൾ അവിടെ എന്താണ്? വാട്ടർ ഇല്ല, ഫുഡില്ല, എയർ ഇല്ല, ഗ്രാവിറ്റി ഇല്ല, ഒന്നും ഇല്ലാണ്ട് പറന്ന് നടക്കുകയാണ് ബഹിരാകാശത്ത് നിന്ന് ആളുകൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് നമ്മൾ സിമ്പിളായിട്ട് ആലോചിച്ചിട്ട് എഴുതാം. ഇനി അടുത്ത് നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക് ക്വസ്റ്റ്യൻ ആണ്. ഇൻസാറ്റ് വാർത്താവിനിമയാണെങ്കിൽ എജുസാറ്റിന് ഏതാണ്? IRNSS ഏതാണ്? അങ്ങനെയൊക്കെ നമ്മളോട് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതെപ്പോഴും എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കടാ, ഇൻസാറ്റ് വാർത്താവിനിമയത്തിന്. അപ്പൊ വാർത്ത വായിക്കുന്ന സമയത്ത് ഇന്നാണ് അല്ലേ, വാർത്ത വായിക്കാൻ ഇന്നാണെന്ന് ആലോചിക്കുക. അപ്പൊ വാർത്തയ്ക്ക് ഇന്നാവുക പറയുമ്പോൾ വാർത്താവിനിമയം ഇൻസാറ്റ്. എഡ്യൂക്കേഷന് വേണ്ടി എജുസാറ്റ്. അത് സിമ്പിൾ അല്ലേ, എഡ്യൂക്കേഷൻ, എജുസാറ്റ് വിദ്യാഭ്യാസം. IRNSS ഗതി നിർണയത്തിന് വേണ്ടിയിട്ട്, നാവിഗേഷന് വേണ്ടിയിട്ട്. കാർട്ടോസാറ്റ് ജോഗ്രഫിക്കൽ ഒബ്സർവേഷൻ, ഭൗമ നിരീക്ഷണത്തിന്. അപ്പൊ ഭൗമ എന്ന് പറയുമ്പോൾ നമ്മുടെ ജോഗ്രഫീനെ നോക്കുകയാണ്. കാർട്ടു എന്താണ്? കാർട്ടൂണിൽ എന്താ കാണുന്നത്? ജോഗ്രഫിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജോഗ്രഫിക്കൽ ആയിട്ടുള്ളത് കാർട്ടോസാറ്റ്. ആലോചിച്ച് വെക്കാൻ സിമ്പിൾ ട്രിക്ക് മിസ് പറഞ്ഞു. ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം. അത് നമുക്കറിയാം, ആസ്ട്രോനോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോഴും പറയുന്നതാണ്. ആലോചിക്കാൻ സിമ്പിളാണ്. GSAT MESAT പ്രതിരോധം അല്ലെങ്കിൽ ഡിഫൻസിന് വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഡിഫൻസിന് പോകുന്ന സമയത്ത് സാറ്റ് കളിച്ചു എന്ന് ആലോചിക്കാം. അപ്പോൾ സാറ്റ് ഡിഫൻസ്, അപ്പോൾ ജി സാറ്റ് ഇമി സാറ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡിഫൻസിന് വേണ്ടിയിട്ടാണ് എന്ന് ആലോചിച്ച് വെക്കാം. അപ്പോൾ ഇങ്ങനെ ട്രിക്ക് വെച്ച് പഠിച്ചാൽ എൻ്റെ മക്കൾ ഒരിക്കലും മറക്കില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ പഠിക്കാൻ വേണ്ടി നോക്കുക. കാരണം എക്സാമിന് ഇനി ദിവസങ്ങളില്ല. ഇതാന്ന് പറയുമ്പോൾ നിങ്ങളുടെ എക്സാം ആയല്ലേ. അപ്പോൾ എക്സാം അടിപൊളിയായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ 15% ഓഫോട് കൂടിയിട്ട് റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയല്ലേ. സോ നിങ്ങൾക്ക് വേണ്ടി അടിപൊളിയായിട്ടുള്ളൊരു ബാച്ചാണ് നമ്മുടെ പൃഥ്വിയുടെ എൻഡ് ഗെയിം ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് മോസ്റ്റ്ലി റിവിഷൻ മാത്രമാണ് നമ്മൾ തരിക. കാരണം ഇനി ദിവസങ്ങളില്ലല്ലോ. അപ്പം മിടുക്കരായിട്ട് പഠിക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള റിവിഷൻ ബാച്ചാണ് ഉള്ളത്. അതിൽ ഓഫറും കൂടി ഇപ്പം ഉണ്ട്. അപ്പോൾ ഓഫർ അധികം വൈകാതെ തന്നെ പെട്ടെന്ന് തന്നെ തീരും. എന്ന് പറയുമ്പോഴേക്കും എൻഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എൻഡിങ് സൂണാണ് നമ്മുടെ ഓഫർ. അപ്പം മാക്സിമം എൻ്റെ മക്കൾ ഈ സമയത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഓഫറോട് കൂടി പഠിക്കാനും പറ്റും. അപ്പോൾ 99954800 എന്ന് പറയുന്ന നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ മിടുക്കരായിട്ട് നമ്മുടെ ബാച്ചിലും കൂടെ ജോയിൻ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബാക്കി കാര്യങ്ങൾ നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എക്സാമിന് അടിപൊളിയായിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.